നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ വാക്കെന്ന് കേട്ടു നോക്കി, എത്ര ഹൃദയദായകമാണ്. നമസ്കാരം, ഉണ്ണിച്ചേട്ടനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എല്ലാരും കണ്ടു കാണും, ഒരു പയ്യനെ ഒരു ഉത്സവത്തിന് പാമ്പിനെ തല്ലുന്ന പോലെ തല്ലി ആ പയ്യൻ മരണപ്പെട്ടുപോയി. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ നിഷ്കളങ്കരായ ഹിന്ദുക്കളോടല്ല പറയുന്നത്. ശശികല ടീച്ചർ പ്രതിനിധാനം ചെയ്യുന്ന ശശികല ടീച്ചർ ഏതോ ഒരു ഹിന്ദുവിന് വേണ്ടി സംസാരിക്കലുണ്ട്. ഹിന്ദു ഉണരണം, ഹിന്ദു അപകടത്തിലാണ് എന്നൊക്കെ പറയുന്ന ശശികല ടീച്ചറിൻ്റെ ഹിന്ദുക്കളോടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ ഹൈന്ദവ സഹോദരങ്ങളോടല്ല. കൊല്ലത്ത് ക്ഷേത്രോത്സവത്തിനിടെ തൻ്റെ അമ്മയെ അശ്ലീലം പറഞ്ഞതിൻ്റെ പേരിൽ ചോദ്യം ചെയ്ത ഒരു കുട്ടിയെ പാമ്പിനെ തല്ലുന്ന പോലാണ്. ഒരുവിധ കാരുണ്യവുമില്ലാതെ ആ കുഞ്ഞിനെ തല്ലി അങ്ങ് കൊന്നു. ആ കുഞ്ഞിൻ്റെ മൃതദേഹത്തിൽ നിന്ന് ബ്ലീഡിങ് പോലും അവസാനിച്ചിട്ടില്ല, അടക്കം ചെയ്യുന്നത് വരെ. അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഉണ്ണിച്ചേട്ടൻ പറയുന്നത്. ശേഷം ഉണ്ണിച്ചേട്ടൻ നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ പഠിക്കാൻ, മാതൃകയാക്കാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. പരിശുദ്ധ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും പരിഹാസങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വേടൻ്റെ പാട്ടിൻ്റെ വിവാദ സമയത്ത് തന്നെ ശശികല ടീച്ചർ പറഞ്ഞൊരു വാക്കുണ്ട്. മുസ്ലിം പള്ളികളിൽ വേടൻ്റെ ചാട്ടം, തുള്ളിച്ചാട്ടം വെക്കുമെന്ന് ചോദിച്ചു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, പള്ളിയുടെ പരിസരം മദ്രസ എന്നുകൊണ്ട് തുള്ളിച്ചാട്ടത്തിനുള്ളതല്ല, ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ ആരാധനകൾ, ഞങ്ങളുടെ കർമ്മങ്ങൾ, ഞങ്ങളുടെ പ്രവൃത്തികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മാനവികമായ ഉപദേശങ്ങൾ, ക്ലാസ്സുകൾ ഒക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു തുള്ളിച്ചാട്ടലിനും പള്ളിയിൽ അതിന് സൗകര്യമില്ല, അങ്ങനെ കൊടുക്കത്തുമില്ല. അങ്ങനെ കൊടുത്തവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഉണ്ണിച്ചേട്ടൻ്റെ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വീടിനടുത്ത് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലെ ഉത്സവത്തിന്റെ അന്ന് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ കാഷ്വാലിറ്റി അലേർട്ട് ആകാനുള്ള നിർദ്ദേശം കൊടുക്കും എന്നാണ് പറയപ്പെടുന്നത്. കാരണം ആ ഉത്സവത്തിന് അടി ഉണ്ടാകുമെന്നും കാഷ്വാലിറ്റി വരുമെന്നും അവർക്ക് അറിയാം. ദൈവത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന ഒരു പരിപാടിയിൽ ദൈവത്തിന് വേണ്ടി സംഗമിക്കുന്ന ആളുകൾക്കൊരു ബോധം വേണ്ടേ? സഹിഷ്ണുതയും സ്നേഹവും സഹവർത്തിത്വം ഒക്കെയാണ് മതം എന്നുള്ളത്. ഏറ്റവും പുണ്യപുരാതന സംസ്കാരം എന്ന് പറയുമ്പോൾ ആ സംസ്കാരത്തെ ഏറ്റെടുത്ത ഒരു സമൂഹത്തിൻ്റെ ദുരവസ്ഥയാണ് ബഹുമാനപ്പെട്ട ഉണ്ണിച്ചേട്ടൻ പറയുന്നത്. അതായത് ഒരു ഉത്സവം നടക്കുന്ന വേളയിൽ അവിടുത്തെ പോലീസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളൊക്കെ അലർട്ട് കൊടുക്കുകയാണ്. കാരണം ഏത് നിമിഷവും ഒരു അടി ഉണ്ടാകുമെന്നുള്ള ഒരു മുൻവിചാരവും മുൻധാരണ അവർക്കുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കൃത്യമായ സന്ദേശങ്ങൾ സമൂഹത്തിൽ കൊടുത്തിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്, സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. എല്ലാ തവണകളിലും അതുള്ളതാണ്. അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരല്പം വർഗീയതയായിട്ട് വേണം കരുതാം. ഒരിക്കലും വർഗീയതയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും വർഗീയതല്ല. ഉണ്ണിച്ചേട്ടൻ പറയുന്നത് വർഗീയതയല്ല, പച്ചയായ സത്യമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ആ സെൻസിൽ തന്നെ എടുക്കും എന്നുള്ള ധാരണയിൽ പറയുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും പള്ളിയിൽ നബിദിനത്തിനോ അതല്ലെങ്കിൽ ഏതെങ്കിലും പെരുന്നാളിനോ, വലിയ പെരുന്നാളിനോ, കൊച്ചു പെരുന്നാളിനോ, ഏതെങ്കിലും പരിപാടിക്ക് അവരുടെ പള്ളിയിലോ ആരാധനാലയങ്ങളിലോ അവരുടെ കോമ്പൗണ്ടിലോ അതല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പള്ളിയുടെ പരിസരത്തോ അല്ലെങ്കിൽ പള്ളിക്കകത്തോ ക്രിസ്മസിനോ ഈസ്റ്ററിനോ അങ്ങനെ ഏതെങ്കിലും ഒരു വിശേഷ ദിവസം അടി ഉണ്ടാകുകയോ അക്രമങ്ങൾ നടക്കുകയോ ചെയ്യത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഉൾപ്പെടുന്ന ഹിന്ദു സമൂഹം, ഞാൻ വർഗീയത പറയുന്നു എന്ന് ചിന്തിക്കരുത്. ഞാൻ ഉൾപ്പെടുന്ന ഹിന്ദു സമൂഹം അവരെ കണ്ടു വേണം പഠിക്കാൻ. വർഗീയതയല്ല ഞാൻ പറയുന്നത്, ഞാൻ അവരെ മോഡലാക്കണം എന്ന് പറയുകയാണ്. കാരണം അവരത്ര പവിത്രമായിട്ടാണ് അവരുടെ ആരാധനാലയങ്ങളെ കാണുന്നത്, അവരുടെ ആഘോഷങ്ങളെ കാണുന്നതും അത്രമാത്രം പവിത്രമായിട്ടാണ്. ആ കൂട്ടത്തിൽ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു വെച്ചതിനപ്പുറത്തേക്കൊന്ന് ഞാൻ പറയുകയാണ്. ഇന്നലത്തെ ദിവസം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു കാണും. 401 പൊതി സമൃദ്ധമായി ഏതൊരു വീട്ടിലും ഇനിയുള്ള ഒരു മാസത്തേക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഭക്ഷ്യവിഭവങ്ങൾ കൊടുത്തു. ഇത് കൊടുത്തിട്ട് അതിൻ്റെ പോലീസ് പറയല്ല, അത് മുസ്ലിം ആരാധനകളുടെയൊക്കെ അകക്കാമ്പ് നിങ്ങൾ നോക്കിയാൽ മതി. അതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് അപരനൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ ഈ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇന്നലെ ആ 401 പൊതിയിൽ നല്ലൊരു ശതമാനം സഹോദര സമുദായത്തിൽപ്പെട്ടവരാണ്. എൻ്റെ നാട്ടിൽ തന്നെ 5000 വീടുകൾക്ക് പൊതി കൊടുക്കുന്നത്. അതിനകത്ത് വലിയൊരു ശതമാനം ആളുകളും ഹൈന്ദവ സഹോദരങ്ങളാണ്. എൻ്റെ നാട്ടിൽ ക്രൈസ്തവർ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മുസ്ലിം ആഘോഷങ്ങളിൽ, ആരാധനകളിൽ അവരുടെ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ വരുമ്പോൾ അതിലെല്ലാം അപരനൊരു ആശ്വാസമുണ്ട്. ഇനിയിപ്പം ചെറിയ പെരുന്നാളിൻ്റെ ശവ്വാൽ അമ്പിളി വാലിലൊതിക്കുമ്പോൾ എന്താ നടക്കാൻ പോണത്? നോമ്പ് പിടിച്ച ആളുടെ ബാധ്യതയാണ് അവരുടെ ചുറ്റുമുട്ടമുള്ള സമൂഹങ്ങൾക്ക് അവിടുത്തെ മുഖ്യമായ ആഹാരം അവർക്ക് ദാനം ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ കണ്ടോണം, ടൺ കണക്കിന് അരിയൊക്കെ ഗോഡൗണിൽ വന്ന് കിടക്കണം. എന്താ പറയുക, ഫിത്ർ സക്കാത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സംവിധാനമുണ്ട്. അരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും എല്ലാവർക്കും. അത് കഴിഞ്ഞ് ബലി പെരുന്നാൾ വന്നാലോ മൃഗങ്ങളെ മേടിച്ചറുത്തതിൻ്റെ മാംസം എല്ലാവർക്കും കൊടുക്കുകയാണ്. അല്ലാതെ ഇവിടെ വെള്ളവടിയും തുള്ളുമ്പോൾ മേത്തൊന്ന് മുട്ടുമ്പോൾ ഇടിയും ബഹളമൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും അങ്ങനെ ആണെന്നും പറയുന്നില്ല കേട്ടോ. ഹൈന്ദവ സഹോദരങ്ങൾ മനസ്സിലാക്കുക, പറയുന്നതിലൊന്നും
സാങ്കത്തിക വിഷമം തോന്നരുത്. എല്ലാവരും അങ്ങനല്ല, നല്ല മാന്യമായിട്ട് പരിപാടി നടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഇവിടെ അതിന് സ്പേസേ ഇല്ല എന്ന് പറയാണ്. ഹിന്ദു മതത്തിൽ ജനിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ മതത്തിൽ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരങ്ങളിലും നടക്കുന്ന ഉത്സവങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ അക്രമം ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ചോര ചിന്തുന്നത് എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണ്ടേ? ഇപ്പം ഞാൻ ആലപ്പുഴക്കാരനാണ്. എൻ്റെ മണ്ഡലം രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മണ്ഡലത്തിൽ താമസിക്കുന്നത്. തൃക്കുന്നപ്പുഴയിലെ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം അടുത്തേ ആവുന്നുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വാർത്തയിൽ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. നമ്മുടെ നാട്ടിൽ പോലും അത്തരം ഒരു ആഘോഷവേളയിൽ അവിടുത്തെ ഒരു പ്രത്യേകം വെച്ചാൽ ഭയങ്കര മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലെന്ന് പറയാം. അവിടെ പോലും ഈ സംഘർഷത്തിനിടയ്ക്ക് തോക്കെടുത്തു എന്നറിയാൻ കഴിഞ്ഞ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ തോക്കെടുത്തു. അപ്പോൾ അത്രയും വൈരാഗ്യവും വിദ്വേഷമൊക്കെ തീർക്കാനുള്ള ഇടമായി ഈ ഇടങ്ങളൊക്കെ മാറുമ്പോൾ ദുഃഖകരമല്ലേ? മറ്റു വിഭാഗങ്ങൾ നമ്മളുടെ മുന്നിൽ റോൾ മോഡലായിട്ട് നിൽക്കുന്നു. എത്രയോ കാലങ്ങളായിട്ട് മിക്കവാറും അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലെല്ലാം അടി ഉണ്ടാകാറുണ്ട്. അത് ക്ഷേത്ര മൈതാനത്തിനകത്തോ ക്ഷേത്ര പരിസരത്തോ ഒക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ ചോര ചിന്തയാണ്. അതെന്താ? നമ്മുടെ ദൈവത്തിന്റെ നമുക്ക് പേടിയില്ലേ? നമ്മുടെ ആരാധനയെ നമുക്ക് പേടിയില്ലേ? നമ്മുടെ ആഘോഷങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണോ കാണുന്നത്? എന്താണ് കാലം എത്രയായിട്ടും ഇത്തരത്തിലുള്ള രീതികൾ തുടർന്നുകൊണ്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലല്ല. ഈ ഒരു ചെറിയ പ്രായത്തിൽ ചോരത്തിളപ്പിന്റെ ഭാഗത്ത് ഞാനും ഇത്തരത്തിലുള്ള അടിപിടിയൊക്കെ നടത്തുകയും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ആ പയ്യനെ തല്ലി മരണത്തിന് കാരണമായ അവരുടെയൊക്കെ പ്രായം, അടിച്ചവരുടെ പ്രായം വളരെ വലുതാ. അവരെയൊക്കെ TV കാണിക്കുമ്പോൾ നമുക്ക് കാണാം, വലിയ ആൾക്കാരാ, മുതിർന്ന പക്വതയേർന്ന ആൾക്കാരാണ് അത്തരം വിവരക്കേട്, അത്തരം അക്രമം കാണിച്ചതെന്ന് ഓർക്കുമ്പോൾ വിഷമം തോന്നി. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണേ, 18 വയസ്സുകാരനെ പാമ്പിനെ തല്ലുന്ന പോലെ തല്ലിക്കൊന്നത് അവൻ്റെ സമപ്രായക്കാരല്ല, 50ഓളം വയസ്സുള്ള 50 വയസ്സ് പിന്നിട്ട മുതിർന്ന ആളുകളാണ്. ഒരു കൊച്ചുകുട്ടി ഇത്രയും മൃഗീയമായി ആക്രമിക്കാൻ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ സാധിക്കുന്നത് ചോദിച്ചാൽ അവരൊന്നും പച്ചയായ അവസ്ഥയിലല്ല അവിടെ വന്നിരിക്കുന്നത്. ഈ ലഹരിയുടെ ഉന്മാദത്തിൽ അവരിതെല്ലാം മറന്നു പോവാണ്. അവർ ധാർമ്മികത മറന്നു പോവാണ്, മാനവികത മറന്നു പോവാണ്, മനുഷ്യത്വം മറന്നു പോവാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ തന്നെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഞാനൊരു കാര്യം പറയാം. ഒരു ഓണാഘോഷം കഴിയുന്നു. നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളൊന്നാണല്ലോ ഈ ഓണാഘോഷം കഴിയുന്ന സമയത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ പത്രത്തിൽ വരുന്ന ഈ വർഷം ഓണത്തിന് കുടിച്ച കള്ള് അതിൻ്റെ കോടികളാണ്. സത്യത്തിൽ ഹൈന്ദവ ആചാര്യന്മാർ ഇടപെടേണ്ട വിഷയമല്ലേ ഇത്? നിങ്ങളുടെ പവിത്രമായ ഒരു ആഘോഷത്തിൽ എന്തെല്ലാം നന്മ നടന്നു എന്നല്ല ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ക്രിസ്മസിനും അങ്ങനെ സംഗതിയുണ്ട്. ക്രിസ്മസിന് കുടിച്ചെടുത്ത കള്ളുകൾ. അതേസമയത്ത് ഞങ്ങളുടെ പെരുന്നാൾ കഴിയുമ്പോഴത്തേക്കും എത്ര ടൺ അരിയാണ്, എത്ര ടൺ ഭക്ഷ്യവിഭവങ്ങളാണ് ഇവിടുന്ന് ചെലവഴിച്ചു പോയി വിറ്റുപോയി നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കി. ഞാൻ എൻ്റെ മതത്തിന് മഹത്വം പറയല്ല. സത്യത്തിൽ വലിയൊരു ഭൂരിപക്ഷം ഹൈന്ദവ സഹോദരങ്ങൾക്ക് കള്ളുകുടിയന്മാരാണ് കുടിച്ചടക്കുന്നവരെന്ന അഭിപ്രായത്തിലല്ല പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനത്തെ സമൂഹത്തിൻ്റെ ഒരു ആഘോഷത്തെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളല്ലേ ഇടപെടേണ്ടത്? ഹിന്ദു ഉണരണം, ഹിന്ദു ഒറ്റപ്പെടുന്നു, ഹിന്ദുവിന് ആരുമില്ല, നാദില്ല കടലിൽ നിന്നൊക്കെ വിലപിക്കുന്ന ഇവരാരെങ്കിലും ഇതിനുവേണ്ടി ഇത് പറയാൻ സംസാരിക്കാൻ ഒരു സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി വരുന്നുണ്ടോ? ഞങ്ങൾ ഈ സമൂഹത്തെ ഉദ്ധരിച്ചതെല്ലാം ഞങ്ങളുടെ മദ്രസ സംവിധാനം കൊണ്ടാണ്. നിങ്ങൾ തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ്, അവിടെ തീവ്രവാദമാണ് സിലബസിലുള്ളതെന്നൊക്കെ നിങ്ങൾ രാവും പകലും ഒക്കെ പറഞ്ഞു നടന്നിട്ട് ഒരുത്തനൊക്കെ ഈ അടുത്ത് പ്രസംഗിക്കുന്ന കേട്ട് മദ്രസ പോയാൽ തന്നെ ഈ നാട് രക്ഷപ്പെടുമെന്ന്. മദ്രസ പോയാൽ ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ആവും. പറഞ്ഞ മനസ്സിലായേ? ഈ മദ്രസ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് മദ്രസ സംവിധാനത്തിൽ തന്നെ അവിടെ തുള്ളലും ബഹളമൊന്നുമില്ല, അവിടെ ആട്ടക്കളറിയൊന്നുമില്ല. അവിടെ വരുന്ന സമൂഹത്തിന് ഞങ്ങൾക്കൊക്കെയുള്ള ആകെ ഈ പള്ളികളിൽ നിന്നുണ്ടാകുന്ന ഒരു സതുപദേശം കിട്ടും. കുടുംബ ബന്ധങ്ങളുടെ മഹത്വം, പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ മഹത്വം, ആളുകളെ സഹായിക്കുന്നതിന് മഹത്വം. എന്തിനേറെ പറയണം, ഈ പരിശുദ്ധമായ റമദാൻ്റെ അവസാനത്തെ 10ലേക്ക് എത്തുമ്പോൾ പ്രാർത്ഥന പോലും ദൈവം സ്വീകരിക്കണമെങ്കിൽ അവിടുന്ന് പഠിപ്പിച്ചു വിടുന്ന, മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്ന പള്ളി എന്ന് പറയുന്നത് ഒരാളോട് പിണങ്ങി നിൽപ്പുണ്ടെങ്കിൽ പോലും ദൈവം പ്രാർത്ഥന സ്വീകരിക്കത്തില്ലെന്ന്. അത് മുസ്ലിം ആകട്ടെ മുസ്ലിം അല്ലാത്തവരാകട്ടെ, ഒരാളോട് പിണക്കമുണ്ടെങ്കിൽ പോലും ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കത്തില്ലെന്ന്. ഇത് പഠിപ്പിക്കുന്ന ഒരു സമൂഹം അവരെ സംബന്ധിച്ചുള്ള ഒരിക്കലും അവർ ഈ രീതിയിലേക്ക് പോവില്ല. എന്നാൽ നിങ്ങൾ ആലോചിക്കണം, ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് പോലും നിങ്ങൾ ഈ മഹത്തരം എന്ന് പറയുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളല്ലേ? കോടിക്കണക്കിന് രൂപ വകയിരുത്തിക്കൊണ്ട് ഒരു സമൂഹത്തെ ഈ രൂപത്തിൽ, ഈ മദ്യത്തിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധാർമിക പ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്താൻ അവർക്ക് എന്തെങ്കിലും മതപരമായ വിജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇതൊന്നും നടക്കുന്നത് നമ്മുടെ അങ്ങാടികളിലാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊക്കെ അങ്ങാടികളിലും പറമ്പുകളിലാണെങ്കിൽ കുഴപ്പമില്ല. ഒരു മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം വരുന്ന സമയത്ത് നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എത്ര കോടി കള്ളു കുടിച്ചു എന്നുള്ളതാണ് ആകെ റിസൾട്ട് വരിക. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും. എന്നിട്ട് ആ പാവപ്പെട്ട ഹരികൃഷ്ണൻ 18 വയസ്സുള്ള കുട്ടിയെ
നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ടും ആരെങ്കിലും വന്ന് സംസാരിക്കുന്നുണ്ടോ? ഞാനപ്പോൾ ആലോചിക്കുകയാണ്, വേട്ടക്കാരന്മാരുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും മുസൽമാൻ ഉണ്ടെങ്കിൽ RV ബാബുവും ശശികല ടീച്ചറും ലക്ഷ്മി കോനോത്തും ഒക്കെ പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങനെ നിന്ന്. കണ്ടില്ലേ കേരളത്തിലെ ഹൈന്ദവന്റെ അവസ്ഥ, കണ്ടില്ലേ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കീഴിൽ ജിഹാദികൾ ആറാടി വിളയുന്നു. ഒന്നിന് നാവില്ലല്ലോ, ഒറ്റൊരുത്തന് നാക്ക് പൊങ്ങുന്നില്ലല്ലോ. അതാണ്. അപ്പം ഞാൻ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഈ ആക്ഷേപവും പരിഹാസമൊക്കെ തുടരണം. നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് തന്നെ മനുഷ്യത്വമുള്ള, മാനവികതയുള്ള, ധാർമ്മിക ബോധമുള്ള മനുഷ്യർ വന്നിട്ട് പറയും കാലം ഇസ്ലാമിനെ ശരിവെക്കുന്നു എന്നുള്ളത്. കമ്മിങ് സൂൺ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാമല്ലോ. ഓക്കെ.